ആരിഫ്ക, ഇവിടെ സൃഷ്ടി കഴിവിൽപ്പെട്ട എല്ലാ സഹായ ചോദ്യവും ശിർക്കാണ് എന്ന് പറഞ്ഞത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൃഷ്ടികളോടൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളെ മകനോടൊന്നും ചോദിക്കാൻ പാടില്ല, അതിന്റെ കൈ പിടിക്കുക കൂടി പറയാൻ പാടില്ല. മകനെ വിളിച്ചിട്ട് മകനെ ഇവിടെ വാ, എൻ്റെ കൈയൊന്ന് പിടിക്കുക, ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവോ? അത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, വാക്കിൽ തെറ്റിപ്പോയതാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കണില്ല. പക്ഷെ എൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചത് മതവിധി എന്താണെന്നാ. ഇത് സമസ്തക്കാരൊക്കെ, നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, സമസ്തക്കാരൊക്കെ വിഷയത്തിൽ അത് ചര്യയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് അല്ലെങ്കിൽ മഹാന്മാരോടാണ് സഹായം ചോദിക്കുന്നതെങ്കിൽ അതൊരു ചര്യയാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. അതാണ് ഒരു മതവിധി എന്നാൽ സുന്നത്ത് എന്നുള്ളത് പറയാം. എന്നാൽ ഈ നമ്മൾ ഞാൻ ചോദിച്ചതിൽ ഇത് അനുവദനീയമാണോ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ ആ ഒരു മതവിധി നിങ്ങൾ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇത് ശിർക്കാണ് എങ്കിൽ ശിർക്കാണ് എന്നൊരു മതവിധി നിങ്ങൾ പറഞ്ഞു തരണം. ജിന്നിനോട് ആ വെളിച്ചം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ വെളിച്ചം ചോദിച്ചാൽ, ബോട്ടിന്റെ ലൈറ്റ് നഷ്ടപ്പെടുകയും ജിന്നെ വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ശിർക്കാണ് എന്നാണെങ്കിൽ അൽ ഇസ്ലാം മാസികയിൽ വന്നത് തെറ്റായിരിക്കും, പിന്നെ അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞത് തെറ്റായിരിക്കും എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിലൊരു ചുക്കില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തിട്ട് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ കടലിൽ വെച്ചിങ്ങനെ ചോദിച്ചപ്പോൾ അത് ശിർക്കാണോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. അതിന് നിങ്ങൾ മറുപടി എനിക്കിത് ഇതുവരെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നു, മതവിധി എന്താണ്? ജിന്നെ വെളിച്ചം തരണേ എന്ന് ബോട്ടിൽ വെച്ചുള്ള യാത്രക്കാരൻ ആ നടുക്കടലിൽ വെച്ച് ചോദിച്ചാൽ, വെളിച്ചം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ചോദിച്ചാൽ അതിന്റെ മതവിധി എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യന്റെ കൈ പിടിക്കുന്നത്, മോന്റെ കൈ പിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അള്ളഹാനോട് ചോദിച്ചാൽ അള്ളഹാനെ പരിഹസിക്കലല്ല. ആ നിലയ്ക്ക് അതേ മനോഗതിയിൽ മോനോട് ചോദിക്കട്ടെ, അതേ മനോഗതിയിൽ അള്ളഹാനോട് ചോദിച്ചാൽ അള്ളഹാനെ പരിഹസിക്കലാണ്, കുഫറാണ്. ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യന്റെ കയ്യിൽ ഇപ്പൊ മോനക്ക് കഴിയുന്ന കാര്യത്തിന് മോനോട് ചോദിക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടുന്നാണ് കേട്ടത്? നിങ്ങൾക്ക് എവിടുന്നാണ് ആ ധാരണ ഉണ്ടായത്? എങ്ങനെയാണ്? ഞാൻ ഏത് വോയിസിലാണ് അതുള്ളത്? ഞാൻ പറയാത്തതും ഇതാണ് നിങ്ങൾക്കുള്ളൊരു കുഴപ്പം. ഈ വിഷയങ്ങൾ കൃത്യമായി പറയുന്നത് പോലെ മനസ്സിലാക്കില്ല, യഥാപുറം വായിക്കുകയും പറയുകയും ചെയ്യുന്നു എന്നതാണ് ഒരു പ്രശ്നം. സൃഷ്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് ഒക്കെ സൃഷ്ടിയോട് തന്നെ ചോദിക്കണം. അല്ല, സൃഷ്ടിയോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ ഗണ്ണിച്ചത്. അത് പോട്ടെ, അതിപ്പോ നിങ്ങൾ നിഷേധിക്കുന്നുണ്ട്. അത് നിങ്ങളെ മേലെ വോയിസ് നിങ്ങളെ ചെക്ക് ചെയ്താൽ അതിൽ കിട്ടും. പക്ഷെ ഇപ്പൊ എന്റെ ചോദ്യം ഈ മതവിധിയെ കുറിച്ചായിരുന്നു. ഈ മതവിധിയിൽ എന്താണ്? നമ്മുടെ ഈ ബോട്ടിൽ വെച്ചുള്ള യാത്രയിൽ ലൈറ്റ് നഷ്ടപ്പെടുന്നു, അപ്പൊ അതിലെ മതവിധി എന്താണ്? ഇപ്പൊ ഇതുപോലെ അവര് മരിച്ചുപോയ മഹാന്മാരുടെ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ കബറിങ്ങൽ ചെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സമസ്തക്കാരോട്. അപ്പൊ സമസ്തക്കാർ അതിന് നമുക്ക് തരുന്ന ഒരു മറുപടി എന്താണ്? അവർക്ക് ചര്യ ഉണ്ടെന്ന് അറിയണം. ചില സമസ്ത പണ്ഡിതന്മാരൊക്കെ പറഞ്ഞെന്നാണ്. ആ ചര്യ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബറിങ്ങൽ ചെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കബറാളി കേൾക്കുന്നുണ്ട്. അതിന് അവർ പറഞ്ഞ നബിചര്യയിൽ നിന്ന് തന്നെ അവരൊരു തെളിവ് പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അത് എന്താണ് തെളിവ് അവർ പറഞ്ഞു തരുന്നത്? മരിച്ചു കിടക്കുന്ന, ബദറിൽ മരണപ്പെട്ട് കിടക്കുന്ന ഉത്ബത്ത് ഷൈബത്ത് അവരുടെ കബറിങ്ങിൽ ചെന്നിട്ട് അവരുടെ ആ പൊട്ടക്കിണറ്റിന്റെ വക്ക് ചെന്ന് നബി അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടില്ലേ? നബി അങ്ങനെ കബറിങ്ങ ചെന്ന് പോയി വിളിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് കബറാളിയെ കബറിന്റെ അടുത്ത് പോയി വിളിക്കാം, അവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാമെന്നാണ്. അതൊരു ചര്യയാക്കി, അതൊരു മതവിധിയാക്കിയിട്ടാണ് സമസ്ത കൊണ്ടിടക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ അൽ ഇസ്ലാമിലെ വെളിച്ചവും അതിലെ ഷിർക്ക് എന്ന് ആരോപിക്കപ്പെടുന്നതാണെങ്കിൽ, അങ്ങനെ ഒരു വാദത്തിന് വേണ്ടി ഷിർക്കാണെന്ന് ആരോപിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അത് ഷിർക്ക് ഇല്ല, അതിലൊരു ചുക്കുമില്ല എന്ന് അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞതുപോലെയാണെങ്കിൽ, അത് കുറെ വട്ടം ആവർത്തിച്ചു. ഫൈസൽ മൗലവി പറഞ്ഞു ആ സഹായാർത്ഥന ഷിർക്കുമല്ല എന്നും പറഞ്ഞു. അത് അങ്ങനെ ഇതിലെ മതവിധി. അപ്പൊ ഈ കടലിൽ വെച്ച് ഇങ്ങനെ കപ്പലിൽ വെച്ച് ആ യാത്രക്കാരന്റെ വെളിച്ചം നഷ്ടപ്പെട്ടോടത്തുള്ള മതവിധി എന്താണ്? അവിടെ ജിന്നിനോട് ജിന്നെ വെളിച്ചം തരണേ എന്ന് ചോദിച്ചാലുള്ള മതവിധി എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതിന്മേൽ നിങ്ങൾ എത്തിയിട്ടില്ല കൃത്യമായിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും എൻ്റെ തുടക്കത്തിലുള്ള ചോദ്യം അതാണ്. അത് എത്തിയാൽ ഈ അൽ ഇസ്ലാമിലെ വിധിയും നമുക്ക് കിട്ടും. എല്ലാ വിധികളും എല്ലാ ചർച്ചകളുടെയും തെറ്റിദ്ധാരണ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അത് ആ മതവിധി എന്താണ് നിങ്ങൾ പറഞ്ഞു തരുന്നില്ല.
ആ ഇരുട്ടത്ത് നടുക്കടലിൽ വെച്ച് ആ ബോട്ടിൽ വെച്ച് വെളിച്ചം നഷ്ടപ്പെട്ട ഒരു ഓപ്പറേറ്റർ ജിന്നെ വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മതവിധി എന്താണെന്ന് നിങ്ങളൊന്ന് വോയിസിൽ പറഞ്ഞെന്നാൽ നമുക്ക് തീർന്ന പ്രശ്നമേ ഉള്ളൂ. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നാ പറഞ്ഞത്. അത് ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ എന്താ നിങ്ങൾ നേരത്തെ ചോദിച്ചത്? എല്ലാവിധ ഭൗതികമായ സംവിധാനങ്ങളും അവസാനിച്ച ഘട്ടത്തിൽ നിന്നാണ് നിങ്ങളുടെ ചോദ്യത്തിലുള്ളത്. അപ്പൊ ഞാൻ അതിന് പറഞ്ഞു, ഭൗതികമായ എല്ലാവിധ സംവിധാനങ്ങൾ അവസാനിച്ചാലും ഇല്ലെങ്കിലും എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും ഉണ്ട്. എന്നാലും ശരി, സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യത്തിന് വേണ്ടിയുള്ള അപേക്ഷാർത്ഥന, പ്രതീക്ഷ, അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് സൃഷ്ടികളിലേക്ക് തിരിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലായി, സൃഷ്ടാവിലേക്ക് തിരിച്ചാൽ അള്ളാഹുവിനുള്ള ഇബാദത്തായി, അത് സൃഷ്ടികളിലേക്ക് തിരിച്ചാൽ സൃഷ്ടികൾക്കുള്ള ഇബാദത്തായി. അപ്പോൾ മതവിധി എന്താണ്? സൃഷ്ടികളിലേക്ക് പോയാൽ അത് ഷിർക്കായി, ഹറാമായി. ഇതാണ് അതിൻ്റെ മതവിധി. അപ്പൊ ഏത് സൃഷ്ടിയാണെങ്കിലും ശരി, സൃഷ്ടാവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യം ഏതൊരു സൃഷ്ടിയിലേക്ക് തിരിഞ്ഞാലും അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഉണ്ടാക്കുക. ഞാൻ പറയാത്തത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മോന്റെ കൈ പിടിക്കുന്ന കാര്യം, അങ്ങനെ ഒരു സൃഷ്ടിന്റെ കയ്യിൽപ്പെട്ട കാര്യം സൃഷ്ടിനോട് ചോദിക്കൽ അള്ളാഹ് പങ്കു ചേർക്കലാണെന്ന് പറഞ്ഞ ആ വോയിസ് ക്ലിപ്പിന്റെ എത്രാമത്തെ മിനിറ്റ്, ആ ടാഗ് ചെയ്തിട്ട് ഇത്രാമത്തെ മിനിറ്റിൽ നിങ്ങൾ അത് പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിരി. പറയാത്തത് നിങ്ങൾ പറയരുത്. നമുക്കൊരു നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അതൊക്കെയാണ് നസീഹത്ത് എന്ന് പറഞ്ഞത്. പറയാത്തത് പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടാക്കുക. എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യം? റമളാൻ മാസമാണ്. നമ്മളൊരു നല്ല കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളുമുള്ള അനൈക്യം കുറക്കാനും പരസ്പരം അടുക്കാനും വേണ്ടിയിട്ടാണ്. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്തൊരു കാര്യം സൃഷ്ടാവിലേക്ക് ചേർത്തി പറയാൻ പാടില്ലെന്നും, സൃഷ്ടാവിൻ്റെ മഹത്വം സൃഷ്ടികളിലേക്ക് ആരോപിച്ച് ഷിർക്കിൽ നമ്മൾ അകപ്പെടാൻ പാടില്ല എന്നൊരു നസീഹത്വമാണ് ഇതിൻ്റെ പിന്നിലൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ ഇസ്ലാം മാസികയിൽ എന്താ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാ? സൃഷ്ടാവാണോ? അങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കിയിട്ട് സൃഷ്ടാവ് നമ്മുടെ ഇടയിൽ കൂടെ നടക്കുമോ? നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഇതാണോ മനസ്സിലാക്കിയത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. എന്താണ് ആ ശബ്ദം? ആരുടേതാണ് ആ ശബ്ദം? അത് അള്ളാഹുവിൻ്റെതാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത്? അതല്ല സൃഷ്ടിയുടേതാണെന്നാണോ? ചെവിയിൽ കേട്ട ശബ്ദം എന്താ? ഭൗതികാണോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ? നിങ്ങളൊന്ന് പറഞ്ഞിരി. ഇസ്ലാം മാസികയിലുള്ളത് അതല്ലേ?